കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. കത്രിക്കടവിലെ ടെലിച്ചെറി ഹോട്ടലിലാണ് പരിശോധന നടത്തിയത്. കോർപ്പറേഷനിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗമാണ് പരിശോധന നടത്തിയത്. ഹോട്ടൽ പൂട്ടാൻ നിർദ്ദേശം നൽകിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. പഴകിയ സാധനങ്ങൾ ഫ്രീസറിനകത്ത് സൂക്ഷിച്ചാണ്. ഇറച്ചി മീനൊക്കെ ഫ്രീസറിനകത്ത് പഴകിയത് ഇരുന്ന് ഡേറ്റ് കഴിഞ്ഞ് സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൻ്റെ താപനിലയൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ. അപ്പോൾ അങ്ങനെ കുറച്ച് മോശം സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം റെക്ടിഫൈ ചെയ്തിട്ട് വിവരം അറിയിക്കുന്നവർക്ക് പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഒരു കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് ഒരു 2 ദിവസം മുമ്പുണ്ടായിരുന്നു. ഫോണിലൂടെയാണ് കംപ്ലയിൻറ്റ് വന്നത്. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്പെക്ഷനാണ് ഇന്നിപ്പോൾ രാവിലെ നടത്തിയത്. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങളുമായി. അർജുൻ, ഏതൊക്കെ ഹോട്ടലുകളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്? എത്ര ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം പിടികൂടിയിട്ടുണ്ട് കൊച്ചിയിൽ? നികേഷ് കുമാർ, കലൂരിനടുത്തുള്ള കത്രിക്കടവിലെ ടെലിച്ചെറി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് കോർപ്പറേഷനിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അവിടെ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ പഴകിയ ഭക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഈ ഹോട്ടലിലെ ഫ്രിഡ്ജിലും മറ്റുമായി സൂക്ഷിച്ച, ഫ്രീസറിലൊക്കെ തന്നെ സൂക്ഷിച്ച പഴകിയ ഇറച്ചിയും മറ്റും ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തി. അതിനൊപ്പം തന്നെ വേവിച്ച ശേഷവും ഇത്തരത്തിൽ സൂക്ഷിച്ച, കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയൊക്കെ തന്നെ സൂക്ഷിച്ച ഭക്ഷണ സാധനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവയൊക്കെ തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടിച്ചെടുക്കുകയും കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഹോട്ടൽ പൂട്ടാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും 2 ദിവസം മുൻപ് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരാൾ ഫോൺ മുഖേന ഈ കോർപ്പറേഷനിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് പരാതി നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി ഹോട്ടലിൽ പരിശോധന നടത്തിയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം പിടികൂടിയിരിക്കുന്നത്. ചില നിർദ്ദേശങ്ങൾ ഈ ഹോട്ടൽ ഉടമക്ക് നൽകിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച ശേഷം, അത് കോർപ്പറേഷന് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ഇനി തുറന്നു പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും മറ്റ് ഹോട്ടലുകളിലും സമാനമായ രീതിയിൽ വ്യാപക പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് കോർപ്പറേഷനിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം.